നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ചില നക്ഷത്ര ജാതകർക്ക് കുംഭമാസത്തിൽ ഭാഗ്യം തുടങ്ങും. കുംഭമാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ ഒരു ഉയർച്ച തന്നെ വന്നു ചേരും. കുംഭമാസത്തിൽ ഈ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമാണ്. ആഗ്രഹസിദ്ധി, സകലതും സഫലമാകുന്ന സമയം. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെങ്കിൽ ഒരു സമ്മാനം ഉറപ്പായും ഈ നക്ഷത്ര ജാതകർക്ക് കിട്ടും. കുംഭമാസത്തിൽ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് കുംഭമാസം മുതൽ ഈ നക്ഷത്ര ജാതകർ എത്തുന്നത്. ഇവരുടെ വിഘ്നങ്ങളൊക്കെ അകന്നു കിട്ടും. ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും. ഇവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ ഒരു കാലയളവിൽ ഇവർക്ക് നടന്നു തന്നെ കിട്ടും. പ്രധാനമായും സാമ്പത്തികമായി ഇവർ നേട്ടമുണ്ടാക്കും. എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയം തന്നെയാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു തേങ്ങ ഉടച്ച് പ്രാർത്ഥന നടത്തുക. ഗണപതിക്ക് മുമ്പിൽ ഏത്തവും ഇടുക. കഴിയുമെങ്കിൽ ഭഗവാന് ഒരു കറുകമാല ചാർത്തുക. സകല വിഘ്നങ്ങളും അകറ്റി എന്നെ രക്ഷപ്പെടുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ഏറ്റവും അധികം ഭാഗ്യം, ഒരുപാട് ഉയർച്ച, എല്ലാ കാര്യത്തിലും വിജയം, ഇതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർ ആത്മാർത്ഥമായി വിചാരിച്ചാൽ സാധിക്കും. വരുന്ന 90 ദിവസത്തിനകം ഇവർക്കൊരു അത്ഭുതം സംഭവിച്ചിരിക്കും. അത് പ്രധാനമായും ഇവരുടെ സാമ്പത്തികമായ ഉയർച്ച തന്നെയാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് എന്ന്, അതും ലോട്ടറി ഭാഗ്യമാണ് എന്ന്. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇത് ആലോചിച്ച് കണ്ടെത്തിയ കാര്യം തന്നെയാണ്. 1-2 പ്രാവശ്യം ഞാനിത് നോക്കി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു കാലയളവിൽ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത് എന്ന്. അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ അർപ്പിക്കുക, മുന്നോട്ട് പോവുക. വിചാരിക്കുന്ന കാര്യം സാധിക്കണമെന്ന നിങ്ങളുടെ ആ ലക്ഷ്യമുണ്ടല്ലോ, അത് ഉറപ്പായും സാധിച്ചിരിക്കും. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒക്കെയും ലൈക്കും കമൻറ്റും ഒക്കെ കാണുന്നുണ്ട്. നാളെ പൂജയുണ്ട്. രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒന്നുചേരുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഒത്തിരി ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 7, 6 എന്നീ സംഖ്യകളാണ്. ഈ ഒരു ഭാഗ്യസംഖ്യ ഏകദേശം ഒരു 90 ദിവസക്കാലം ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും. ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് ഒരുപാട് ഭാഗ്യ സമ്മാനങ്ങൾ ഇവരെ തേടി വരും. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വിദേശവാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവർ ആഗ്രഹിക്കുന്ന കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ശ്രദ്ധിക്കുക, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ 7, 6 എന്നിവയാണ്. തിങ്കളാഴ്ച ദിവസം ഇവർക്ക് വളരെ അനുകൂലമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം, വഴിപാടുകളൊക്കെ അർപ്പിക്കുക. അടുത്ത നക്ഷത്രം ചതയമാണ്. 3, 5 എന്നീ ഭാഗ്യ നമ്പറാണ് ഈ ഒരു 90 ദിവസക്കാലം ഇവരെ അനുഗ്രഹിക്കുന്നത്. ചതയം നക്ഷത്ര ജാതകരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ചതയം 2ാം സ്ഥാനത്താണ്. ഭാഗ്യമാണ് ചതയത്തിന്. ചതയത്തിന് ഇനി ഉയർച്ചയായിരിക്കും. എവിടെയാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ഹോമമൊക്കെ നടത്തുക. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമമൊക്കെ നടത്തുക. അതുപോലെ തന്നെ ഞായറാഴ്ച ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഇവിടെ. അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കുറിക്കുക. ആരുടെയൊക്കെ പേരിൽ നടത്തണമെന്ന് പ്രത്യേകം എഴുതുക. ഇത് ഇന്ന് രാത്രി തന്നെ എഴുതിയെടുക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്.
2, 7 ഇവ ഭാഗ്യ നമ്പറാണ്. ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന സമയമാണ്. ആഗ്രഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ആഗ്രഹം നല്ല സത്യസന്ധമാണ് എങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറുവാൻ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. 2, 7 ഭാഗ്യ നമ്പറാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിനും ലോട്ടറി ഭാഗ്യമുണ്ട്. തിരുവോണം നക്ഷത്ര ജാതകരും പൂരാടം നക്ഷത്ര ജാതകരും പോകേണ്ടതായ ക്ഷേത്രം അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുക. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ ശിവപാർവതി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. 5, 9 ഭാഗ്യ നമ്പറാണ് പൂരാടത്തിൻ്റേത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. 7, 9 ഭാഗ്യ നമ്പറാണ്. ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ചുവന്ന പട്ട് സമർപ്പിക്കുക. ശത്രുദോഷമൊക്കെ അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശാഖം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ 7, 9 രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും. അടുത്ത നക്ഷത്രം മകമാണ്. 3, 1 ഭാഗ്യ നമ്പറാണ്. മകൻ നക്ഷത്ര ജാതകർ വെട്ടിക്കോട്ട് ആയില്യമൊക്കെ കണ്ടു തൊഴുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാകും. കഴിയാത്തവർ അടുത്തുള്ള സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകൾ അർപ്പിക്കുക, മുന്നോട്ട് പോകുക. ഭാഗ്യത്തിലെത്തും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും. ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. കണ്ണന് കദളിപ്പഴം, പാൽപ്പായസം ഇവ നടത്തുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. മകൻ നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 3, 1 എന്നതാണ്. ഈ ഒരു കാലയളവിൽ ഇവർക്ക് ഏറെ ഭാഗ്യം കൊണ്ടെത്തിക്കും. ആയില്യം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ 5, 9 ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് കിട്ടുന്ന സമയം. ആഗ്രഹ സാഫല്യീകരണത്തിൻ്റെ സമയം. ആയില്യം നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക. പട്ട് സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല കാലം വന്നു തുടങ്ങി. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 1, 7 എന്നിവയാണ്. ഭാഗ്യമാണ്. ശിവപാർവതി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ബഗ്ലാമുഖി അർച്ചന നടത്തുക. എല്ലാ രീതിയിലും ഭാഗ്യം വന്നു ചേരും. തിരുവാതിരയുടെ ഭാഗ്യ നമ്പർ 1, 7 എന്നിവയാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകരുടെ കടബാധ്യതകൾ മാറിക്കിട്ടും. ദുരിതങ്ങളൊക്കെ ഒഴിയും. വിദേശ യോഗം കിട്ടുന്നുണ്ട്. അതുപോലെ ജോലി കിട്ടാനും സർവൈശ്വര്യം ഉണ്ടാകാനും പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത്. നന്മകൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് കൂടുതലും. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. കാർത്തികയുടെ ഭാഗ്യ നമ്പർ 9, 7 എന്നിവയാണ്. വരാഹി ദേവിയെ പ്രാർത്ഥിക്കണം. വരാഹി ദേവിയുടെ ഫോട്ടോ വയ്ക്കുക. ആമമോതിരം കയ്യിലണിയുക. അതിരാവിലെ ലക്ഷ്മി മന്ത്രം കേൾക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരാൻ കാരണമാകും. കുംഭമാസത്തിൽ ഈ നാടുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ആഗ്രഹസിദ്ധി സഫലമാകും. കുംഭമാസം ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാകും. ഏതായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. നന്ദി, നമസ്കാരം.